സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം ആയുധമാക്കി LDF. സരിനായുള്ള സുപ്രഭാതം, സിറാജ് ദിനപത്രങ്ങളിലെ പരസ്യത്തിനൊപ്പം സന്ദീപ് വാര്യർക്ക് വിമർശനം. ഈ വിഷനാവിനെ സ്വീകരിക്കുകയോ കഷ്ടം എന്ന തലക്കെട്ടോടെ സന്ദീപിന്റെ പല വർഗീയ പരാമർശങ്ങളും അടക്കമാണ് വിമർശനമുള്ളത്. അക്ഷയ വീക്ക് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അക്ഷയ, ഇതിപ്പോൾ ക്രിസ്റ്റൽ ക്ലാരിറ്റി എന്ന പാർട്ടി നേതാക്കൾ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്ത വ്യക്തിക്കെതിരെയുള്ള പഴയ കാര്യങ്ങളൊക്കെ പൊക്കിയെടുക്കുകയാണ്. കുറെ കാലമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇത് സജീവമായി നിൽക്കുന്നുണ്ട്. സന്ദീപ് കോൺഗ്രസിലേക്ക് എത്തിയ ദിവസം മുതൽ തന്നെ ഇതിപ്പോൾ ഒരു പരസ്യ രൂപത്തിലേക്ക് കൂടി എത്തുകയാണോ? ഇത് പ്രധാനമായും ന്യൂനപക്ഷ വോട്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള LDFന്റെ CPMന്റെ നീക്കമാണ്. അതായത് പാലക്കാട് ഇനി തെരഞ്ഞെടുപ്പിലേക്ക്, വോട്ടിംഗിലേക്ക്, പോളിംഗിലേക്ക് പോകാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ മണിക്കൂറുകളിലാണ് ഇത്തരത്തിലൊരു പത്രപരസ്യം കൂടി LDFന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. സരിൻ തരംഗം എന്ന തലക്കെട്ടുള്ള ആ പത്രത്തിലൊരു പേജ് മുഴുവൻ അങ്ങനെയാണ്, പരസ്യത്തിന്റെ പേജാണ്. അതിലാണ് ഈ വിഷനാവിനെ സ്വീകരിക്കുക ഹാ കഷ്ടം. സന്ദീപ് വാര്യർ, അദ്ദേഹം ശാഖയിൽ RSSകാരുടെ യൂണിഫോം അണിഞ്ഞുകൊണ്ടുള്ള ചിത്രം, അതിനൊപ്പം തന്നെ സന്ദീപിന്റെ പലതരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ, സന്ദീപിന്റെ ചാനൽ ചർച്ചകളിലെ പരാമർശങ്ങൾ, അതിൽ ചിലതൊന്ന് ഞാനൊന്ന് സൂചിപ്പിച്ച് പോകാം. ഒന്ന്, കാശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപിന്റെ പോസ്റ്റായിരുന്നു. പോസ്റ്റിൽ ഇങ്ങനെയായിരുന്നു സന്ദീപ് പറയുന്നത്: പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കൂട്ടക്കൊല ചെയ്ത് കുഴിച്ചു മൂടുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഒരു 3000-ഓ 4000-ഓ എണ്ണത്തിനെ കഴുത്തിൽ ടയറിട്ട് കത്തിച്ചു കൊല്ലണം. ബാക്കിയുള്ളവരെ തന്നെ അവർ ഒതുങ്ങി മര്യാദക്കാരാകും. അനുഭവം ഗുരു. ഒപ്പം തന്നെ ഗാന്ധിജിയെ ചെറുതായൊന്ന് വെടിവെച്ച് കൊന്നതല്ലേ എന്ന് പറയുന്ന പരാമർശം, അടിവരയിട്ട് പറയുന്നു CAA കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറയുന്ന പരാമർശം. ആ തരത്തിൽ സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങളെ, കേരളം അത്രമേൽ ചർച്ച ചെയ്ത വർഗീയ പരാമർശങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് LDF CPM അവസാന ദിവസം നിശബ്ദ പ്രചാരണം നടക്കുന്ന ഈ ദിവസം വോട്ടുറപ്പിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്ന് പറയുന്ന ആര്യ. ഈ വാർത്ത വന്നിരിക്കുന്നത് സിറാജിലും ഒപ്പം തന്നെ സുപ്രഭാതത്തിലുമാണ്. ഈ തരത്തിലുള്ള പത്രപരസ്യം LDFന്റെ CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ ഇത്തരത്തിലൊരു വാർത്ത വന്നിട്ടില്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മണ്ഡലത്തിലാകെ 36,000 പേരുടെ വോട്ട്, അത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടാണ്. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വോട്ടിലേക്ക് കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പത്രപരസ്യം എന്ന് പറയാതെ വയ്യ. കാന്തപുരം വിഭാഗത്തിന്റെയും ഒപ്പം തന്നെ സംസ്ഥാന EK വിഭാഗത്തിന്റെയും പത്രങ്ങളിലാണ് ഈ പരസ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത്. മതേതരവാദിയായിട്ടുള്ള സരിനെ പോലൊരാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി അവരുടെ വിമർശനങ്ങളെ കണ്ണുവെക്കാതെ, അല്ലെങ്കിൽ അതിനെ ഒരു തരത്തിലും പരിഗണിക്കാതെ വർഗീയതയുടെ കാളകൂട വിഷം, ഇങ്ങനെയാണ് സന്ദീപ് വാര്യരെ പറ്റി ഈ പത്രപരസ്യത്തിൽ പറയുന്നത്. ആ കാളകൂട വിഷത്തെ, വർഗീയതയുടെ കാളകൂട വിഷത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ് കോൺഗ്രസിനെതിരായിട്ടുള്ള വിമർശനം. അതായത് ഈ ദിവസവും സന്ദീപ് വാര്യർ CPMലേക്കോ എന്ന തരത്തിലുള്ള വാർത്തകൾ, ആ തരത്തിലുള്ള സൂചനകൾ, സന്ദീപ് BJPയിൽ ഉണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നമുണ്ടാകുന്നു, അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയുന്നു, ആ ദിവസം മുതൽ ആ തരത്തിലുള്ള ചർച്ചകൾ നടന്നു എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. സന്ദീപ് മിടുമിടുക്കനാണ്, സന്ദീപ് BJPയിലെ സരിനാണ് എന്ന തരത്തിൽ AK ബാലൻ ഉൾപ്പെടെയുള്ള MP രാജേഷ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലപാട് പറയട്ടെ എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വലിയ ട്വിസ്റ്റായിട്ടായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം. കോൺഗ്രസിലേക്ക് സന്ദീപ് എത്തുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ സന്ദീപ് ഒരു വർഗീയവാദിയാണ് എന്ന തരത്തിലും ഒരിക്കലും CPMന് സ്വീകരിക്കാനാകില്ല എന്നും, CPM സ്വീകരിച്ചത് മാതൃകാപരമായിട്ടുള്ള നിലപാടുകളാണ് എന്നും, ആ തരത്തിലേക്കുള്ള നിലപാട് മാറ്റി പറയുന്നതും, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് പറയുന്നതും നമ്മൾ കേട്ടു. സന്ദീപിനെ നിലവിലിപ്പോൾ RSS കോൺഗ്രസിന് കടം കൊടുത്തിരിക്കുകയാണ്, തിരിച്ചെടുക്കും സന്ദീപിനെ BJPയിലേക്ക് എന്ന് തന്നെയുള്ള കാര്യത്തിലൊക്കെ പറയുന്നൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ആ സമയത്ത് അവസാനം വന്നിരിക്കുന്ന ഒരു വിവാദം എന്ന് പറയുന്നത് സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസ് പ്രവേശനമായിരുന്നു. ഈ കോൺഗ്രസ് പ്രവേശനത്തെ അതിനെ അവസാന ദിവസവും മുതലെടുക്കുകയാണ്. ആ കോൺഗ്രസ് പ്രവേശനത്തെ മുതലെടുക്കുന്നത് ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ, ന്യൂനപക്ഷങ്ങളുടെ സമസ്തയുടെ EK വിഭാഗത്തിൻ്റെയും ഒപ്പം തന്നെ കാന്തപുരം വിഭാഗത്തിൻ്റെയും മുഖപത്രമായ സിറാജിലും സുപ്രഭാതത്തിലും ഈ വാർത്ത നൽകിക്കൊണ്ടാണ് അതിനെ മുതലെടുക്കുന്ന വോട്ടിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ CPM LDF ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ദേശാഭിമാനിയിൽ ഈ വാർത്ത ഇല്ല എന്നുള്ളതും നോക്കേണ്ടി വരുന്നതിൽ 36,000 വോട്ടുണ്ട്. പിരായിരി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ന്യൂനപക്ഷങ്ങളുടെ മതേതരവാദികൾ ഞങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതാണ് ഈ കോൺഗ്രസ് ഉൾപ്പെടെ ഇവിടെ പറയുന്നത്. BJPയെ തകർക്കാൻ, അല്ലെങ്കിൽ BJPയെ തോൽപ്പിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് LDF CPM ആരാണ് മതേതരവാദികൾ, ആരാണ് മതേതരവാദികളെ പുറത്താക്കിക്കൊണ്ട് വർഗീയതയുടെ കാളകൂട വിഷയത്തെ ഒപ്പം ചേർത്ത് നിർത്തിയത് എന്നുൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് ഈ പത്രപരസ്യം. ഈ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ സ്വാധീനമുള്ള ഒരു വിഭാഗമാണ്. ഏകദേശം 22% ആ വോട്ടെന്ന് പറയുന്നത്. ഇപ്പോൾ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള CPMന്റെ ഈ അവസാന ദിവസവും ഈ ഒരു ശ്രമം, പക്ഷേ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കില്ല. ഇപ്പോൾ നോക്കൂ, മുഖ്യമന്ത്രിയുടെ പരാമർശം, പാണക്കാട് കുടുംബത്തിനെതിരായ പരാമർശം, അത് വലിയ രീതിയിൽ ഭിന്നിച്ചു നിന്ന, ഈ സന്ദീപിന്റെ പ്രവേശനം മൂലം ഭിന്നിച്ചു നിന്ന ഈ മുസ്ലിം വിഭാഗങ്ങളെ ഒന്നിപ്പിക്കാൻ സഹായിച്ചു എന്ന് UDFന് ഒരു വിലയിരുത്തലുണ്ടോ?
ആ തരത്തിൽ പാണക്കാട് തങ്ങളെ പറ്റി മുഖ്യമന്ത്രി പഴയ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ സൂചിപ്പിച്ചുകൊണ്ട് ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ആ സമയത്ത് കോൺഗ്രസും ലീഗും സ്വീകരിച്ച അതിനെയൊക്കെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു പാണക്കാട് നിലവിൽ സാദിഖ് അലി തങ്ങളെതിരായിട്ടുള്ള ഒരു പരാമർശം മുഖ്യമന്ത്രി നടത്തിയത്. ജമാഅത്തയിലുള്ള മറ്റനുയായികളെ പോലെ അതിലൊരു ജമാഅത്തെ ഇസ്ലാമിലെ ഒരു അണിയെ പോലെ ആ തരത്തിലാണ് നിലവിൽ സാദിഖ് അലി തങ്ങൾ പെരുമാറുന്നത് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ഇവിടെ നടത്തിയൊരു പൊതുയോഗത്തിലായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള പരാമർശത്തെ വലിയ തോതിൽ തന്നെ UDF മുതലെടുത്തിട്ടുണ്ട്.